ശരി അപ്പൊ സി ബി കപ്പിളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു എപ്പിസോഡിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? എന്താണെന്ന് നിനക്കറിയോ? ഇല്ല. നമ്മുടെ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ട് ഒരു വർഷം കംപ്ലീറ്റ് ആവുന്നതും അതുപോലെ തന്നെ നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു വർഷം കംപ്ലീറ്റ് ഒരു മാസം കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം കൂടെയാണ്. സോ അപ്പോ ആ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അല്ല അതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളൂ. അപ്പോ ഇപ്പൊ ഞങ്ങള് പാലക്കാട് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു രാവിലെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ രാവിലെ 6:30. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് ഈ ഒരു വർഷം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു മാസം? മൊത്തത്തിൽ ഒരുമാതിരി ഫെയറി ടൈലിന്റെ അവസ്ഥയാണ്. എന്തൊക്കെയൊക്കെയോ സംഭവിച്ചു. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് എനിക്ക് സൗണ്ട് കുറച്ച് പറയണം. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെട്ടെന്നായിരുന്നു കേട്ടോ. പോയതൊട്ടും അറിഞ്ഞില്ല. കാരണം ഫുൾ ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓട്ടം. എനിക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിരുന്ന് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അയ്യോ അവരെങ്ങനെയാടാ ഈ ഫുഡെല്ലാം കഴിക്കണേ? അവരാണ് മിക്കവാറും ടൈം ഗ്യാപ്പ് ഒക്കെ എടുത്ത് പോയിരിക്കും. നമ്മളെ പോലെ ഇത്രയും അടുപ്പിച്ചിട്ടുണ്ടാവില്ലല്ലോ. പക്ഷെ എന്നാലും ഉണ്ടാവൂടി. പെട്ടുപോയി എന്തായാലും. ഈ കണക്കിന് ഒരു 2 ദിവസം കൂടെ പോയാ ചിലപ്പോ ഞങ്ങളുടെ വയറ് പൊട്ടി കീറും. അതായിരുന്നു അവസ്ഥ. എന്റെ അമ്മേ. അപ്പൊ എന്തായാലും ഗയ്സ് ഓൺ ദ വേ കാണാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ കാണിക്കാം. ബൈ. അപ്പൊ ഞങ്ങള് പാലക്കാട് ടൗൺ വിട്ടിട്ട് ഹൈവേയിലേക്ക് കയറി. ഇനി കാണിക്കുന്ന സമയം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ ഓടിക്കും. അതെ, 2:36 ആകുമ്പോ ട്രിവാൻഡ്രം അറൈവലാണ് കാണിക്കുന്നത്. പക്ഷെ അതില്ല, നമ്മളിടയ്ക്ക് ഫുഡ് കഴിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ നിർത്തും. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ വേറെ ഫാമിലി വീട്ടിൽ പോകുന്നുണ്ട്. അതെ, അപ്പോൾ പിന്നെ കാണാം. അല്ല പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ 1 മാസം ആയല്ല, 1 മാസം എൻഗേജ്മെന്റ് കഴിഞ്ഞായി, 1 വർഷം നമ്മൾ പരിചയപ്പെട്ടിട്ടാവുന്നു. ഇതിനിടയിൽ 1 വർഷം നമ്മുടെ റിലേഷൻഷിപ്പ് ഇരുന്ന സമയത്തൊക്കെ നമുക്ക് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിന് കല്യാണം കഴിഞ്ഞപ്പോ നമുക്ക് ഒരുപാട് മാറ്റം തോന്നിയിട്ടുണ്ടായില്ല എന്നുള്ളതാണ് കേട്ടോ. അല്ല, നിനക്ക് മൊത്തത്തിൽ എല്ലാവരുടെയും എനിക്ക് മാറ്റം തോന്നിയിട്ടുണ്ട്. കാരണം പണ്ട് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നമ്മൾ എവിടെയും പോകുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പം എന്റെ ഫാമിലിയിൽ നിന്ന് മാത്രമല്ല, എല്ലായിടത്തുനിന്നും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഈ ആൾക്കാർ എന്തുകൊണ്ടാണ് കല്യാണത്തെ ലൈസൻസ് എന്ന് പറയണതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലായത്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനേക്കാളും വലിയ ലൈസൻസ് ഇത്. സത്യം. അല്ല, ഒരു ടൈപ്പ് ഓഫ് ഫ്രീഡം ആണ്. അതുകൊണ്ട് പലരും ചോദിക്കുമ്പോ ഞാൻ ഇനി പറയും, ചിലപ്പോ കല്യാണം കഴിച്ചോ ഇറ്റ്സ് ലൈക്ക് എ ഫ്രീഡം. സമാധാനമുണ്ട് കുറെ കാര്യങ്ങളിൽ. കാരണം നമുക്ക് തലവേദന ഒഴിഞ്ഞു കിട്ടി എന്നുള്ളതാ. പിന്നെ കുറെ കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ട്, അത് ഇപ്പൊ വീഡിയോയിൽ പറയാൻ പറഞ്ഞ. എന്നാലും അതാണ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. എനിക്ക് സമയം കൂടെ ആയതുകൊണ്ടാ, മഞ്ഞൊക്കെ ആയിട്ടേ. ഗൈസ് ട്രാവൽ ചെയ്യുമ്പോൾ സ്ഥിരമുള്ള സംഭവമാണ് കണ്ട. വണ്ടി കയറിയുള്ള ഒരവസ്ഥ ഇതാണ് ഗൈസ്. കിടന്ന് ഉറങ്ങണ കണ്ട. എന്ത്? അല്ല, ഈ റൂട്ട് ചെയ്ത വഴി എന്ന് പറഞ്ഞേ കൂത്താട്ടുള്ള വഴി ശബരിമല കയറി പോകുന്ന റോഡ്. ലൈക്ക് അങ്ങനെ മൂവാറ്റുപുഴ കൂത്താട്ടുളം അങ്ങനെ ജോയിൻ ചെയ്തിട്ട് MC റോഡ് ചെന്ന് കയറുന്ന, അടൂരൊക്കെ ചെന്ന് കയറുന്ന ഒരു റൂട്ടാണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഡേ ടൈമിലൊക്കെ ഇറങ്ങുമ്പോഴേ ഈ റൂട്ട് പിടിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ബ്ലോക്ക്ലെസ് ആയിട്ട് ബ്ലോക്കിൽപ്പെട്ട് പണിപ്പെട്ട് പോകുന്നതിനേക്കാളും നല്ലത് എന്തായാലും ഈ റൂട്ട് തന്നെയാണ്. പിന്നെ പീസാണ്, കുറെ തിരിയേണ്ട വരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ വളവും തിരിവും കാടും. ഫുഡ് കഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ ഒരു കട കിട്ടണമെന്നില്ല. പക്ഷെ എന്നാലും കട കിട്ടിയിട്ടില്ല ഇതുവരെ ഞങ്ങൾക്ക്. പക്ഷെ എന്നാലും സംഭവം പക്ഷെ നല്ല റോഡാണ് കേട്ടോ. പാലക്കാടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള റോഡാണ്. പാലക്കാടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള റോഡല്ല, അല്ലാത്ത ഇടുക്കിയും കോട്ടയം ഒക്കെ ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കുള്ള ഓർമ്മ വരുന്ന റോഡാണ്. അത്ര ഇടുക്കിയും കോട്ടയം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയ ഇടുക്കിയും കോട്ടയം തന്നെയല്ലേ? അതെ, അതന്നെ ആ റോഡാണ്. അല്ലാണ്ട് ഇങ്ങനത്തെ സ്ഥലം ഞാൻ പാലക്കാട് കണ്ടില്ല. പാലക്കാട് എവിടെ കണ്ടിട്ടുള്ളത്?
എന്റെ പൊന്നു കേസ്, നിങ്ങൾ സ്ഥലം കാണാൻ ബാക്കിയുള്ളിടത്തും ബാക്കി സ്റ്റേറ്റിലും ബാക്കി കൺട്രിയിലും ഒന്നും പോകേണ്ട കാര്യമില്ല. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇത് പാലാ സൈഡിൽ കൂടെ വരുമ്പോഴത്തേക്കുള്ള കാഴ്ചയാണ്. ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മുടെ ശരിക്കും നേക്കഡ് ഐസിൽ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്, ഒരു രക്ഷയില്ല. എന്നാൽ ഞങ്ങൾ അടൂരെത്തി. അടൂര് ജസേൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് തിരിച്ച് ട്രിവാൻഡ്രം പോകാനാണ് പ്ലാൻ. വിടുവോന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഇതാണ് ജസിയാനിയുടെ വീട്. ഞങ്ങൾ ഇതാകത്തേക്ക് കയറുന്നു. അപ്പൊ വീട്ടുപേരൊക്കെ ഫ്രണ്ടിൽ നല്ല തകർത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നെടുങ്കണ്ടത്ത് നിന്നാണ് പേര്. അതെ, വീടിനൊരു പരസ്യമായിക്കോട്ടെ. അപ്പോൾ അകത്തോട്ട് പോയി ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ കയറി ഫുഡ് കഴിച്ചത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ആക്രാന്തത്തിൽ ഫുഡ് കഴിച്ച കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് എല്ലാവരും കൂടെ പല സൈഡിൽ നിന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് മത്സ്യ ചേച്ചി വന്നത്. വന്ന് ചേച്ചി ഫുഡ് കഴിക്കായിരുന്നു. ഒന്നുമില്ല, ജെസ്സിയാൻ്റി വളരെ കോൺസെൻട്രേഷനാണ് ഇരുന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നോട്ടത്തിലെല്ലാം ഉണ്ട് ഗൈസ്. 7:30 ആയി ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇറങ്ങിയതാ പോവാണ് ട്രിവാൻഡ്രം വഴി നേരെ. പോയി ചെന്ന് കിടന്ന് സുസ്ഥമായിട്ട് ഉറങ്ങാം. രാത്രിയായപ്പോൾ എത്തി. അടൂര് പോയി, അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ട്രിവാൻഡ്രത്തേക്ക് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 1 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നല്ലേ. എനിക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ല, അതുകൊണ്ട് ഞാനും ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല. അയ്യോ, ആനിവേഴ്സറി ഡേറ്റ് വരുന്നതേ ഉള്ളൂ, November 8. ഒഴിവാക്കാൻ വിചാരിച്ചാണ്, നടന്നില്ല ഗൈസ്. ഇത് പരിചയപ്പെട്ടിട്ട് 1 വർഷം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നിങ്ങള് പാലക്കാട് ടു ട്രിവാൻഡ്രം ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ റൂട്ട് പിടിക്കാൻ മറക്കണ്ട. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമന്റും ചെയ്യുക. പിന്നെ നമുക്കൊരു സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് വീഡിയോസിൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നതിനൊക്കെ കൂടുതൽ ലൈവ് കൊടുക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് ആ സജഷൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടെ താഴെ കമന്റ് ചെയ്തേക്കണം കേട്ടോ. ബൈ.